നമസ്കാരം. കണ്ടതും കാണേണ്ടതും പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിസന്ധികളെ അതിജീവിച്ച് മോഹിനിയാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന +1 വിദ്യാർത്ഥി സെൻഹ ഫാത്തിമയുടെ വിശേഷങ്ങളാണ് ഈ ആഴ്ച കണ്ടതും കാണേണ്ടതും പരിപാടിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വയനാട്ടിൽ നിന്നും ഇപ്പോൾ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന ഏക മുസ്ലിം പെൺകുട്ടിയും ഈ വയനാട്ടുകാരിയാണ്. സെൻഹയുടെ പഠനത്തിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് സാമ്പത്തികം തന്നെയാണ്. ബത്തേരി മാനിക്കുനിയിലെ ചേനക്കരക്കുന്നേൽ സിദ്ദീഖിന്റെയും നബീസയുടെയും മകളായ സെൻഹ ഫാത്തിമയ്ക്ക് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു നർത്തകിയാകുക എന്നത്. മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ശാസ്ത്രീയ നൃത്തത്തിൽ താല്പര്യമുണ്ടാവുക, മനസ്സിന്റെ ഭ്രമം കൊണ്ട് നൃത്തത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ കൽപ്പിത സർവകലാശാല എന്ന ബഹുമതി ലഭിച്ച കലാമണ്ഡലത്തിൽ പഠിക്കാനുള്ള ഭാഗ്യവും സെൻഹയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ചെറുപ്പം മുതലേ ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ചേച്ചി ഡാൻസ് ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് വീട്ടിൽ വന്ന് എപ്പോഴും ചെയ്യുമായിരുന്നു. പിന്നീട് ഉമ്മച്ചി അത് കണ്ടിട്ട് വിദ്യ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഫോക്ക് ഡാൻസ് പഠിക്കാൻ തുടങ്ങി. അപ്പം നഴ്സറി കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ട് അതിലെ ജില്ലയിൽ ഫസ്റ്റൊക്കെ കിട്ടി. പിന്നീട് 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കലാമണ്ഡലം ഉഷ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ചേർക്കുന്നത് ഭരതനാട്യം പഠിക്കാൻ. സബ് ജില്ലാ തലത്തിൽ 5ാം ക്ലാസ് മുതൽ നാടോടി നൃത്തത്തിന് തുടർച്ചയായി 1ാം സ്ഥാനം. മകളുടെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾക്ക് മകളെ നല്ലൊരു നർത്തകിയാക്കണമെന്നത് തന്നെയായിരുന്നു ആഗ്രഹം. കൂലിപ്പണിക്കാരനായ സിദ്ദീഖിന് ഇത് എങ്ങനെ സാധിക്കുമെന്നതായിരുന്നു ചിന്ത. സാമ്പത്തികമായിട്ടെല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇത്രയേരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് കുട്ടിയുടെ ഭാവി എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഞാൻ കൂലിപ്പണിയാണ്, ലോഡിങ്ങിൻ്റെ പണിയാണ്. വിറക് ലോറിയിലായിരുന്നു, ഇപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നു. വീടിന് സമീപത്തെ വിദ്യാ വേണുഗോപാലാണ് ആദ്യം നൃത്തം പഠിപ്പിച്ചത്. പിന്നീട് സാബു മാഷിന്റെയും കലാമണ്ഡലം ഉഷ ടീച്ചറുടെയും കീഴിൽ നൃത്തം അഭ്യസിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് നമിത എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി നന്നായി ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അവളുടെ ഡാൻസ് കണ്ടിട്ടാണ് ഇവൾ അതിലേക്ക് തുടക്കം വന്നത്. ഇവൾ വീട്ടിൽ വന്നിട്ട് ആ കുട്ടി ചെയ്യുന്ന പോലെ കാണിച്ചപ്പോഴാണ് എനിക്ക് മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിയുന്നതും. അങ്ങനെ ഞാൻ വിദ്യേനെ കൊണ്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ
അന്ന് ആ വർഷം തന്നെ അവൾ വയനാട് ജില്ലാ നഴ്സറി കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനമായി. പിന്നെ ഞാൻ ഉഷ ടീച്ചറടുത്ത് ചേർത്തു. ഉഷ ടീച്ചറടുത്ത് നിന്ന് അരങ്ങേറ്റം നടത്തുന്നതിലൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ടീച്ചറും അവളുടെ ആ ബാച്ചിലുണ്ടായിരുന്ന അരങ്ങേറ്റം ചെയ്യുന്ന ആ പാരൻസും സപ്പോർട്ടോടു കൂടിയും സഹായത്തോടു കൂടിയും ആണ് ഇവളുടെ ബത്തേരിയിലുള്ള അരങ്ങേറ്റം നടത്തിയത്. അതിന് അവരോട് തന്നെ വലിയ കടപ്പാടുണ്ട്, ഉഷ ടീച്ചറോടും ആ പാരൻസിനോടും. പിന്നെ നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ സാബു ജോർജാണ് പിന്നെ അവളെ പഠിപ്പിച്ചത്. 3 വർഷം തുടർച്ചയായിട്ട് സബ് ജില്ലയിൽ 1ാം സ്ഥാനം അവൾക്കായിരുന്നു. സാബു ജോർജും സാറും അതുപോലെ തന്നെ ഒറ്റ പൈസ വാങ്ങാതെയാണ് അവളെ പഠിപ്പിച്ചത്. പിന്നെ അതിനുള്ള മേക്കപ്പും പിന്നെ സഹായങ്ങളും ഒക്കെ ഈ ഹൈടെക് രാജൻ എന്ന് പറയുന്ന ആൾ, അഡ്വക്കേറ്റ് വേണുഗോപാൽ, പിന്നെ കോൺട്രാക്ടർ ജയജിത്ത്, അവരുടെ ഒരു സഹായം തന്നെയാണ് അവരെല്ലാവരും കൂടെ കൂടിയാണ് അവളെ ഇത്രയും ഒരു നിലയിൽ ആയത്. എൻ്റെ അഡ്വൈസാണ് സൻഹ. പക്ഷേ അവർക്ക് എന്താ വെച്ചാൽ വാടക വീട്ടിലാണ് താമസിക്കാൻ വീടില്ല. പിന്നെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ആ കുട്ടി ഡാൻസ് പഠിക്കുന്നത്. ഇവിടെ നിന്നാണ് എൻ്റെ മോളാണ് തുടങ്ങിയത്. ഇപ്പോൾ അബുസാറിൻ്റെ പെങ്ങളെ മോളാണ്, നല്ല ഡാൻസുകാരിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്. പക്ഷേ ഇതില്ല, പിന്നെന്താ പറയുക, സാമ്പത്തികമായിട്ട് വളരെ പുറകോട്ടാണ്. മറ്റുള്ളവരുടെ സഹായം കിട്ടുകയാണെങ്കിൽ എവിടെയോ എത്തിപ്പോകാൻ പറ്റുന്ന നല്ലൊരു കുട്ടിയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് മോഹിനിയാട്ടത്തിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച RLV അബുവിന്റെ സഹോദരി പുത്രിക്ക് കലാമണ്ഡലത്തിലേക്കുള്ള ദൂരം എളുപ്പമാവുകയായിരുന്നു. അങ്ങനെ സൻഹയെ മാതാപിതാക്കൾ 8ാം ക്ലാസ്സിൽ തൃശൂർ ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിൽ ചേർത്തു. കഴിഞ്ഞ 3 വർഷമായി സൻഹ കലാമണ്ഡലത്തിലാണ് പഠിക്കുന്നത്. അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഫോക്കിന് വീണ്ടും സാബു സാർ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് പഠിച്ചു. സാറ് പൈസയൊന്നും വാങ്ങാതെയാണ് പഠിപ്പിച്ചത്. അപ്പം തൊട്ടേ മനസ്സിലുള്ളതാണ് കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കണമെന്ന്. പക്ഷേ പോകാൻ പറ്റുമോ എന്നൊന്നും ഉറപ്പില്ലായിരുന്നു. അങ്ങനെ 7 വെച്ച് എൻട്രൻസ് എക്സാം എഴുതി, അതിൽ കിട്ടി. ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു, ചെയ്ത് കിട്ടി. ആ കൂടി കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 1000ഓളം പിള്ളേരുണ്ടായിരുന്നു എക്സാമിന് തന്നെ. 90 പിള്ളേർ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. കിട്ടുന്ന ഒരു ഉറപ്പില്ല. കിട്ടിയില്ല എന്തായാലും ഭയങ്കര വിഷമമാവും. ഡാൻസിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നായിരുന്നു ആഗ്രഹം. അത് കാരണം കലാമണ്ഡലത്തിൽ കിട്ടി 8 വെച്ച്. നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് മകളുടെ പഠനം മുന്നോട്ട് പോകുന്നതെന്ന് പിതാവ് സിദ്ദീഖ് പറയുന്നു. മോളെ നിർത്തിയാക്കണമെന്ന് തന്നെയാണ് മോഹം. എല്ലാ സപ്പോർട്ടും ഉണ്ട്. സുഹൃത്തുക്കളെയും സമീപവാസികളെയും സഹായം കൊണ്ടാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത്. സഹായിക്കുന്ന കുറേ നല്ല ആൾക്കാർ ഉണ്ട്. ഓരോ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കലാമണ്ഡലത്തിലെത്തുന്ന ഏവരുടെയും ശ്രദ്ധ സെൻഹ ഫാത്തിമയിലാണ്. ബാക്കി ഭാഗം ഇടവേള കഴിഞ്ഞ്. റിയൽ ടേസ്റ്റിലേക്ക് സ്വാഗതം.
മമ്മി ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 7:30 മലനാട് ചാനലിൽ. കലാമണ്ഡലം അനിത ടീച്ചറുടെ നൃത്ത ക്ലാസ്സിലെ ഏക മുസ്ലിം പെൺകുട്ടിയായി ശാസ്ത്രീയ നൃത്തത്തിന്റെയും വഴികളിൽ മനസ്സ് അനായാസമായി വഴങ്ങി. കലാമണ്ഡലത്തിലെത്തുന്ന ഏവരും ജൻഹയെ പരിചയപ്പെടാതെ പോകാറില്ല. പലരും ആശ്ചര്യത്തോടെയാണ് ജൻഹയുടെ നൃത്തം നോക്കിക്കാണുന്നത്. മോഹിനിയാട്ടവും ഭരതനാട്യമായിരുന്നു മെയിൻ. ആദ്യം അടവുകളിൽ നിന്ന് തുടങ്ങി നല്ലൊരു അടിത്തറയാണ് കലാമണ്ഡലം ഉണ്ടായി തന്നെ. പിന്നെ 10ാം ക്ലാസ്സിലായപ്പം ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. +1 മോഹിനിയാട്ടത്തിൻ്റെ അരങ്ങേറ്റം. നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് പഠിച്ചൊരു ഭരതനാട്യമോ പുറത്ത് പഠിച്ചൊരു മോഹിനിയാട്ടമോ ആയിരുന്നില്ലത്. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ കലയെ വളർത്താനൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മച്ചിയുടെ സപ്പോർട്ട്, വീട്ടുകാരുടെ സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും പൈസ ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. അഭ്യസിക്കാനൊന്നും ഒരു സ്ഥലവും ഇല്ല. എല്ലാവരും ഉമ്മച്ചീൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് കാരണമാണ് ഇത്രത്തോളം എത്തിയത്. അരങ്ങേറ്റം നടത്തിയതായാലും കുറേ ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്നതിനായാലും. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കലാമണ്ഡലത്തിൽ സ്കൂളും ഉണ്ടാകും. അപ്പം അതും പഠിക്കണം, ഡാൻസും പഠിക്കണം. ഡാൻസിൻ്റെ തിയറികൾ ഉണ്ടാവും ധാരാളം. അതിൻ്റെ താളത്തെക്കുറിച്ച് ക്ലാസ് ഉണ്ടാവും. ഇതിനൊന്നും പിന്നെ രാത്രിയുള്ള കുറച്ച് നേരമാണ് പഠിക്കാനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ കുറേ ഐറ്റങ്ങൾ പഠിക്കാനുണ്ടാവും. മോഹിനിയാട്ട ഐറ്റം 10-15 എണ്ണം ഉണ്ടാവും പഠിക്കാൻ. ഭരതനാട്യ ഐറ്റമായാലും 10-15 എണ്ണം ഉണ്ടാവും. അങ്ങനെ ഇതിൽ തന്നെ ഡാൻസിൽ തന്നെ വലിയൊരു നിലയിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കലാമണ്ഡലം അതിന് തന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ആരും കുറ്റപ്പെടുത്തിയിട്ടുമില്ല. നമസ്കരിക്കുവാനും നോമ്പ് അനുഷ്ഠിക്കുവാനുമുള്ള സൗകര്യം കലാമണ്ഡലത്തിൽ നിന്നും ജൻഹയ്ക്ക് ലഭിക്കുന്നുണ്ട്. കലാമണ്ഡലത്തിൽ +1 ക്ലാസ്സിലാണ് ജൻഹ ഇപ്പോൾ പഠിക്കുന്നത്. പേരൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കും, മുസ്ലിം ആണോ, വീട്ടുകാരെ എതിർത്തില്ലേ, എന്തുകൊണ്ടാണ് ഇതിലോട്ട് വന്ന്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ഇതിൽ ഒരു ഭാവിയിൽ ഇപ്പോൾ കല്യാണം ആയിക്കഴിഞ്ഞാലും പ്രശ്നം വരില്ലേ ചെക്കൻ്റെ വീട്ടിൽ നിന്ന്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും. ഞാൻ പറയുന്നത് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സമ്മതമാണ് ഞാൻ അതിലോട്ട് ഇറങ്ങിയതിന്. പിന്നെ എനിക്കിഷ്ടമുള്ളതിനെ ഞാൻ പോവുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കലയെ വലുതുള്ളൂ. എൻ്റെ എന്തിനേക്കാളും എൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ആരും. സിദ്ദീഖ് കൂലിപ്പണി ചെയ്താണ് ജൻഹയ്ക്കും സഹോദരനും പഠിക്കാനുള്ള വഴി കണ്ടെത്തുന്നതും കുടുംബം പുലർത്തുന്നതും.
ഇവർ താമസിക്കുന്നതാകട്ടെ അസൗകര്യങ്ങൾ നിറഞ്ഞ വാടക വീട്ടിലാണ്. കൂലിപ്പണി മിക്കപ്പോഴും ലഭിക്കുന്നത് ആഴ്ചയിൽ 3-4 ദിവസം മാത്രം. വാടക നൽകുവാനും മകളുടെ വിദ്യാഭ്യാസത്തിനും ഈ തുക കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് സിദ്ദീഖ് ദുഃഖത്തോടെ ചോദിക്കുന്നു. താമസിക്കുന്നത് ഇപ്പോൾ ക്വാർട്ടേഴ്സിലാണ്, വാടകയ്ക്കാണ്. 10-15 കൊല്ലമായിട്ട് വാടകയ്ക്കാണ്. 7 സെൻറ്റ് സ്ഥലമുണ്ട്, വീടുണ്ട്. അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പൈതയായി പണി നിന്ന് നിൽക്കുകയാണ്. എൻ്റെ കൂടെ മോൻ്റെ പഠിത്തം ഒക്കെ കൂടി ആകെ ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക പ്രശ്നം കൊണ്ടാണോ വീട് പണി? സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് വീട് പണി നിന്ന് നിൽക്കുകയാണ്. കടം ഇതൊന്നും മേടിച്ച് ചെയ്യാനുള്ള നമുക്കില്ല. കടം മേടിച്ചാൽ നാളെ തിരിച്ചു കൊടുക്കണമല്ലോ. അസൗകര്യങ്ങൾ നിറഞ്ഞ വാടക വീട്ടിൽ നൃത്ത പരിശീലനത്തിനും സൻഹയ്ക്ക് സാധിക്കുന്നില്ല. അയൽ വീടുകളിൽ പോയാണ് പലപ്പോഴും പരിശീലനം പോലും നടത്തുന്നത്. ബത്തേരിക്ക് സമീപം അമ്മായിപ്പാലത്തെ 5 സെന്റ് സ്ഥലത്തെ വീട് നിർമ്മാണം തുടങ്ങിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം അതും പാതി വഴിയിലായിരിക്കുകയാണ്. വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചുവെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. സ്വന്തമായി വീടുണ്ടായിരുന്നുവെങ്കിൽ മകൾക്ക് പരിശീലനം നടത്താൻ സാധിക്കുമായിരുന്നെന്ന് മാതാവ് നബീസ ദുഃഖത്തോടെ പറയുന്നു. പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഇടം വീട്ടിലില്ല. വാടകയ്ക്ക് താമസിക്കുകയാണ്. പിന്നെ ഒരു വീടാണ് പകുതിയാക്കി പണിതിരിക്കുകയാണ്. ഞങ്ങളുടെ താമസവും മോളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് മറ്റു വീട് ചെയ്യാനുള്ള സൗകര്യം നോക്കി മാത്രമാണ് ഞങ്ങൾ ബത്തേരിയിൽ താമസിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യവും ഞങ്ങൾക്ക് തരുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ ഈ പഞ്ചായത്തിൽ സ്ഥിരതാമസമായിരിക്കണം എന്നാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ, ജനസമ്പർക്ക പരിപാടിയിൽ വരെ ഇതിനെക്കുറിച്ചൊരു അപേക്ഷ കൊടുത്തിട്ടും പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്ത് ത്യാഗം സഹിച്ചും നൃത്തത്തിൽ PhD നേടണം. നല്ലൊരു നർത്തകി കൂടി ആകണമെന്നാണ് സൻഹയുടെ ആഗ്രഹം. അഞ്ചു കൊല്ലം പഠിച്ചാലേ തന്നെ കലാമണ്ഡലം എന്നുള്ള പേരെങ്കിലും കിട്ടൂ. എന്നാലും അതിൽ PhD MA ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൂടുതൽ റിസർച്ച് നടത്തണം. മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും നല്ലൊരു കലാകാരിയായി മാറണം, പ്രശസ്തിയായി. പക്ഷെ ഇതിനൊന്നും പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും പോലും അതിന് പോലുള്ള പൈസ ഇല്ല. അധ്വാനിക്കണം. ഡാൻസിലൂടെ എങ്ങനെയെങ്കിലും ഉയരണം. എനിക്ക് കിട്ടിയത് കൊണ്ട് ബാക്കിയുള്ളവർക്കും കുറേ അറിവ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പ്രതിസന്ധികളെ അതിജീവിച്ച് സൻഹ അറിയപ്പെടുന്ന ഒരു നർത്തകിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച. നമസ്കാരം.